നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ലഭിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൻ സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 9084 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. രാഹുൽ ഗാന്ധി എടപ്പാളിലെ പരിപാടിയിൽ പങ്കെടുക്കാതെ ഒളിച്ചോടിയത് പച്ചക്കൊടി ഭയന്നാണെന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KS ഹംസ. കോട്ടക്കൽ നിയമസഭാ മണ്ഡലത്തിലെ കാരേക്കാട് ആശാരിക്കുളമ്പിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട്ടിൽ ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത ലീഗിൻ്റെ കൊടി KC വേണുഗോപാൽ മത്സരിക്കുന്ന ആലപ്പുഴയിലും പാലക്കാട്ടും ഉയർത്താനാവാത്ത അവസ്ഥയാണ്. വിവിധ ഘട്ടങ്ങളിൽ സമുദായത്തെ പണയം വെച്ച ലീഗ് നേതൃത്വം അവസാനം സ്വന്തം കൊടിയും പണയപ്പെടുത്തിയതിലുള്ള പ്രതിഷേധമാണ് സാധാരണക്കാരായ യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രകടിപ്പിക്കുന്നത്. ആത്മാഭിമാനം സംരക്ഷിക്കുവാനുള്ള യൂത്ത് ലീഗുകാരുടെ പ്രതിഷേധങ്ങൾക്ക് വേണ്ടിവന്നാൽ LDF പരിരക്ഷ നൽകുമെന്നും KS ഹംസ പറഞ്ഞു. സാധാരണ മുസ്ലിം ലീഗുകാരുടെ മാനാഭിമാനം മുഴുവൻ കൊണ്ട് പണയം വെച്ചു, ആ കൊടിയും പണയം വെച്ചല്ലോ. രാഹുൽ ഗാന്ധി ഉള്ളിടത്ത് പറ്റില്ല എന്ന് പറഞ്ഞു. വയനാട്, അപ്പോൾ വയനാട്ടിലല്ലേ ഇത് സമാധാനിച്ച് മറ്റുള്ള ഭാഗത്തെ ആൾക്കാർ. വയനാട്ടിലെ ആളുകൾ കൊടി പിന്നെടുക്കാന്ന് വെച്ചാൽ നേരെ അരയിൽ പൂർത്തിവെച്ചിരിക്കുക കൊടി. പക്ഷേ പിന്നെ കണ്ടു KC വേണുഗോപാൽ മത്സരിക്കുന്ന ആലപ്പുഴയിലും പറ്റില്ല കൊടി. പിന്നെ എന്തിനാണ് ആ കൊടി? അത് കഴിഞ്ഞു പാലക്കാട് രാഹുൽ ഗാന്ധിയുടെ പരിപാടി എന്ന സമയത്ത് അവിടെയും പറ്റില്ല, പ്രഖ്യാപനം വന്നു. ആ കൊടി അതെ എടപ്പാളിൽ പൊന്നാനിയിൽ എടപ്പാൾ ഭാഗത്ത് പൊന്നാനി മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ പരിപാടി ഉണ്ടായിരുന്നു നാളേക്ക്. അവിടെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിന്റെ കുട്ടികൾ അവസാനം സഹിക്കവയ്യായിട്ട് പച്ചക്കൊടി എന്തിയേറ്റ് പ്രതിഷേധം നടത്താൻ പോകുന്നു എന്ന് വാർത്ത വന്നപ്പോൾ പരിപാടി വേണ്ടാച്ച് ക്യാൻസലാക്കി പോയി. കേരളം മുഴുവനും ആ പ്രതിഷേധം വരാൻ പോവുകയാണ്. ഈ വോട്ടില്ല പ്രതിഷേധം വരാൻ പോവുകയാണ്. ആത്മാഭിമാനമുള്ള മുസ്ലിം ലീഗുകാര് ഇത്തവണ ഇവരെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും.